അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിയ ഒരു സന്ദേശം. പിന്നീട് കണ്ടത് നിലമ്പൂർ നഗരം ആംബുലൻസുകളാൽ കീഴടക്കുന്ന കാഴ്ചയാണ്. നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹങ്ങൾ നിലമ്പൂരിൽ നിന്നും മേപ്പാടിയിലെ ബന്ധുക്കളിലേക്ക് എത്തിക്കാൻ ആംബുലൻസുകൾ വരിവരിയായി നിന്നു. ചേതനയേറ്റ ശരീരങ്ങളുമായി നിലമ്പൂർ ടൗണിൽ ആംബുലൻസുകൾ നിരന്നു. പരിചിതമല്ലാത്ത സഹജീവികളെ ഓർത്ത് മലയോരം വിതുമ്പി. ജീവന്റെ വിലയുള്ള സൈറൻ മുഴക്കി വിലാപയാത്ര എന്നപ്പോൾ മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകൾക്കും അതിനുള്ളിൽ ചേതനയേറ്റ ശരീരങ്ങൾക്കും നിലമ്പൂർ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സ്വദേശമായ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകളാണ് നിലമ്പൂരിലെത്തിച്ചത്. KNG റോഡിൽ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ ജ്യോതിപ്പടി വരെ നിരയായി നിർത്തിയിട്ട ആംബുലൻസുകൾക്ക് പോകാനുള്ള പ്രത്യേക റോൾ നമ്പറുകളും നിർദ്ദേശങ്ങളും നൽകിയ ശേഷമാണ് ആശുപത്രിയിലെത്തിച്ച് മൃതദേഹം കയറ്റിയത്. പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് 12 മുതൽ നമ്പർ പ്രകാരം ആംബുലൻസുകളിൽ കയറ്റി തുടങ്ങി. തുടർന്ന് ടൗൺ ജംഗ്ഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ വരെ നിർത്തിയിട്ടു. മൃതദേഹങ്ങൾ കയറ്റിയ ആംബുലൻസുകളും മൃതദേഹം കയറ്റാൻ കാത്തിരിക്കുന്ന ആംബുലൻസുകളും നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ മുതൽ ജ്യോതിപ്പടി വരെ റോഡിന്റെ ഒരു ഭാഗത്ത് വരിയായി നിർത്തിയിട്ടതോടെ നിലമ്പൂരിന്റെ ഹൃദയം വിതുമ്പി. അതിനിടെ ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുമായി വേറെ ആംബുലൻസുകൾ ജില്ലാ ആശുപത്രിയിലേക്കും പുഴയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ കൊണ്ടുവരാനായി പുഴക്കടവുകളിലേക്കും ടൗണിലൂടെ ഇടതടവില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. നടപടികളെല്ലാം പൂർത്തീകരിച്ച് 7 മൃതദേഹങ്ങളും 3 ശരീരഭാഗങ്ങളും വഹിച്ചുകൊണ്ടുള്ള 10 ആംബുലൻസുകൾ ആദ്യം സംഘമായി നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ടതോടെ സഹോദരങ്ങൾക്ക് നിലമ്പൂർ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. വിലാപയാത്ര പോലെയാണ് നിലമ്പൂരിൽ നിന്ന് നാടുകാണി ചുരത്തിലൂടെ മേപ്പാടിയിലേക്ക് ആംബുലൻസുകൾ പോയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകളാണ് ദൌത്യത്തിൽ പങ്കുചേർന്നത്. ആംബുലൻസുകൾക്ക് വയനാട്ടിലേക്ക് പോകാനുള്ള ഇന്ധനം റവന്യൂ വകുപ്പ് നൽകി. പുഴയിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഇന്ധനവും നൽകുമെന്ന് കളക്ടർ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും നിലമ്പൂരും പരിസരങ്ങളിലുമുള്ളവർ കാണാത്ത തരത്തിലാണ് തലങ്ങും വിലങ്ങും ആംബുലൻസുകൾ ഓടിയത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ മൃതദേഹങ്ങൾ മുണ്ടേരിയിൽ നിന്ന് ആംബുലൻസുകളിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ തുടങ്ങി. ഓരോ മൃതദേഹങ്ങൾ കൂടുതലായി കിട്ടുമ്പോഴും കൂടുതൽ ആംബുലൻസുകൾ വിവരമറിഞ്ഞ് മുണ്ടേരിയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്നും കേന്ദ്രങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതോടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകൾ കൂടി എത്തിച്ചു. എല്ലാ മൃതദേഹങ്ങളും ഉടൻ വയനാട്ടിലെത്തിക്കാൻ അധികൃതർ തീരുമാനിച്ചതോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ആംബുലൻസുകളും നിലമ്പൂരിലെത്തിച്ചു. 40-ലേറെ ആംബുലൻസുകളാണ് ഒരേ സമയം സർവീസ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.